വിശുദ്ധ മത്തായി 17 അധ്യായം 22 മുതൽ 27 വചനങ്ങളിൽ ഈശോയുടെ പീഡാനുഭവവും ഉദ്ധാനവും ഈശോ രണ്ടാമതും പ്രവചിക്കുകയും ദേവാലയ നികുതി ഈശോ കൊടുക്കുന്നതിനെ പറ്റിയാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് വചനമനസ്സിലാക്കുകയാണ് ഈശോ സത്യമായും ദൈവത്തിനാണ്. രണ്ടാമതായിട്ട് വചനമനസ്സിലാക്കിത്തരുന്നു നാം അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മറ്റുള്ള വെറുപ്പിന് കാരണമായി തീരാതിരിക്കാനും സമാധാനത്തിൻ്റെ മാർഗം പിന്തുടരുവാനായിട്ട് ചിലപ്പോൾ ചില നികുതികൾ, സംഭാവനകൾ അത് നാം കൊടുക്കേണ്ടതല്ലെങ്കിൽ പോലും നമുക്ക് കഴിയുന്ന വിധത്തിൽ കൊടുക്കേണ്ടി വന്നേക്കാം. വചനത്തിൽ ഭൂമിയിലെ രാജാക്കന്മാർ പുത്രന്മാരിൽ നിന്നാണോ അന്യരിൽ നിന്നാണോ നികുതിയോ ചുങ്കമോ പിരിക്കുന്നതെന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ അവൻ അന്യരിൽ നിന്ന് എന്ന് മറുപടി പറയുകയും അപ്പോൾ ഈശോ പറയുകയാണ്, ഇപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എന്ന്. അതായത് ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. ഈശോ ദൈവപുത്രനായതുകൊണ്ടാണ് പുത്രൻ സ്വതന്ത്രരാണല്ലോ എന്ന് ഈശോ പറയുന്നത്. എങ്കിലും അവർക്ക് ഇടച്ചുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടിയിടുക, ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും, അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക എന്ന് ഈശോ പറയുന്നു. അങ്ങനെ കടലിലെ മത്സ്യത്തിൻ്റെ വായിൽ നാണയം ഉണ്ടാവുമെന്ന് ഈശോയ്ക്ക് അറിയാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റിയും ഉദ്ധാനത്തെപ്പറ്റിയും ഭാവിയെപ്പറ്റിയും എല്ലാം ഈശോയ്ക്ക് പ്രവചിക്കാൻ കഴിയണമെങ്കിൽ അതിന് കാരണം ഈശോ സത്യമായും ദൈവത്തിനായതുകൊണ്ടാണ്. അതുപോലെ രണ്ടാമത്തെ വചനം മനസ്സിലാക്കിയിരിക്കുകയാണ്, ചില സംഭാവനകൾ, പിരിവുകൾ, നികുതികൾ നാം കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ചിലത് കൊടുക്കേണ്ടാത്തതാവും. അത് ചിലപ്പോൾ ദേവാലയ പിരിവുകളോ രാഷ്ട്രീയ പിരിവുകളോ ദാനധർമ്മ പിരിവുകളോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ ചില പിരിവുകളൊക്കെ ആവാം. നമ്മളെ അതിനായിട്ട് ചിലരൊക്കെ ആ സംഭാവനകൾക്കായിട്ട് സമീപിക്കുകയും പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം ആ സംഭാവന കൊടുക്കേണ്ട ഒരു കാര്യമില്ലെങ്കിൽ പോലും അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാനൊക്കെ ആയിട്ടും അതുപോലെ സമാധാനത്തിൻ്റെയും നന്മയുടെയും മാർഗത്തിൽ ചിരിക്കാനൊക്കെ ആയിട്ട് നമ്മളെ പറ്റുന്ന ചെറിയൊരു സംഭാവന നൽകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഈശോയുടെ മാതൃക നമുക്ക് കാണിച്ചിരിക്കുകയാണ്. നിയമങ്ങൾ എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാവും. ഭൂമിയിലെ അങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണ് ഈശോ നമുക്ക് വചനത്തിൽ കാണിച്ചിരുന്നത്. ഈശോ സത്യമായ ദൈവത്തിനാണെന്ന് വിശ്വസിക്കാനും അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കി സമാധാനത്തിൻ്റെ മാർഗത്തിൽ ചിരിക്കാനുമായിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ സംഭാവനകൾ നന്മയ്ക്ക് നല്ല കാര്യങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കാനും ഭൂമിയിലെ നന്മയ്ക്കായിട്ട് നിയമങ്ങൾ അനുസരിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചില സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.